ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ പുറമെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ബാക്കിയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്റേണലായിട്ട് വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. ശമ്പളം ഈ പറയുന്ന പോലെ വേതനം അതിൽ സത്യാവസ്ഥ ഉണ്ട്. കാരണം ചില ആൾക്കാർ ഇപ്പോഴത്തെ നമ്മളെ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കണമല്ലോ. ഇപ്പൊ കാരണം സുരേഷ് അങ്കിൾ പറഞ്ഞ കാര്യം പ്രീ ബിസിനസ് ഇല്ല, OTT ബിസിനസ് ഇല്ല, അതൊക്കെ സത്യമാണ്. അപ്പൊ ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ കുറച്ചുകൂടെ സാലറിൻ്റെ കാര്യങ്ങളും റെമ്യൂണറേഷൻ്റെ കാര്യങ്ങളും അത് മാത്രം ഹൈക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അതിനത്ര തന്നെയുള്ള ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് സിനിമയ്ക്കാണ് ഞാൻ ആ സിനിമയ്ക്ക് എന്താണോ, ഈ സിനിമയ്ക്കാണ് ഞാൻ പൈസ പറയുന്നത്. ഈ സിനിമ ഇങ്ങനെയാണ്, ഇതൊരു കുഞ്ഞു സിനിമയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സഹകരിക്കാൻ നിൽക്കുക. നമുക്ക് ആ കഥ ഇഷ്ടപ്പെട്ട് ഇതാണ് അതിനകത്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ ആരും തന്നെ ആരെയും വേണം. കാരണം ഇതൊരു ഫ്രീലാൻസ് ചെയ്യുന്ന ജോലിയാണ്, ആർട്ടിസ്റ്റിൻ്റെ ജോലി. കാരണം ഇവരെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയാളുടെ അടുത്ത് പോയാൽ മതി. കാരണം ഇവർ ഇത്രയും ശമ്പളം പറയുന്ന ആൾക്കാരാണ്, നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് സിനിമ ചെയ്യുക.